ജോർജ് ഇതുവരെ കളിച്ച കളിയല്ല ഇത്. ഇത് ഒരു സമുദായത്തിന് നേരെയുള്ള ആക്രമണമാണ്. അവരെ ഒന്നടങ്കം തീവ്രവാദി എന്ന് വിളിച്ച് അവരെ ആക്ഷേപിച്ചതിനുള്ള ശക്തമായിട്ടുള്ള മറുപടിയാണ്. നിങ്ങളല്ലേ പറഞ്ഞത് അത് എൻ്റെ ശബ്ദമല്ല എന്ന്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങളല്ലേ പറഞ്ഞത്? പിന്നെ എന്തിനാണ് നിങ്ങളുടെ ഒരു കുമ്പസാരം, ഒരു മാപ്പ് പറച്ചിൽ? നിങ്ങളാ ഓഡിയോ ദൃശ്യം മുസ്ലിങ്ങളെ അപമാനിക്കുന്ന, അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ആ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് എൻ്റേതല്ല, അത് എൻ്റെ ശബ്ദം മിമിക്രി ചെയ്ത് ആരോ എനിക്കെതിരെ നടത്തിയ നാടകമാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എന്തൊരു മോശമാണ് ജോർജ് ഇത്. ഒരു രാഷ്ട്രീയക്കാരന്, ഒരു പൊതുപ്രവർത്തകന് ഒരിക്കലും ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമല്ലേ നിങ്ങൾ ചെയ്തത്? മുസ്ലിം സമുദായത്തിന്റെ വോട്ട് വാങ്ങിയിട്ട് അവരെ കൂടെ നിർത്തിയിട്ട് രാത്രിയിൽ സംഘി ചായുന്ന നിങ്ങളെപ്പോലെയുള്ളവരെ എങ്ങനെയാണ് പൊതുജനങ്ങൾ വിശ്വസിക്കേണ്ടത്? മുസ്ലിങ്ങളെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ആ പൂഞ്ഞാറിലെ മൊത്തം ജനങ്ങളെയും വിഡ്ഢികളാക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഈ മാപ്പ് പറച്ചിലിന് ഒരിക്കലും പൊതുജനത്തിന്റെ വിശ്വാസത്തെ സ്വാധീനിക്കാൻ സാധിക്കുകയില്ല. ഒരു കാര്യം PC ജോർജ് ഉറപ്പിക്കുക, ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി പൊതുജനം പൂഞ്ഞാറിൽ വെച്ച് നൽകുക തന്നെ ചെയ്യും. സംശയം വേണ്ട അക്കാര്യത്തിൽ. പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. തനിക്ക് വോട്ട് ചെയ്തിട്ടുള്ള വോട്ടർമാരെ തള്ളിപ്പറയുന്നു. തനിക്കവർ വോട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലല്ല താൻ ജയിച്ചത്, മറിച്ച് തന്റെ പ്രവർത്തനം കൊണ്ടാണ് താൻ വിജയിച്ചതെന്ന് നിങ്ങൾ പറയുമ്പോൾ പൊതുജനത്തെ നിങ്ങൾ വിഡ്ഢികളാക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ആസിഫ് അലിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഒരു തരംഗം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഒരു സിനിമാ താരത്തെ കൊണ്ടുവന്ന് എന്തോ വലിയ ഒരു സംഭവം ഉണ്ടാക്കി തീർക്കാമെന്ന് ശ്രമിക്കുന്നു. അതിനു വേണ്ടിയിട്ട് മണ്ഡലത്തിലെ A+ഓടുകൂടി വിജയിച്ചു കയറിയ വിജയികളെ അനുമോദിക്കാൻ വേണ്ടിയിട്ട് എക്സലൻഷ്യ എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിൽ ജനപ്രിയ താരം ആസിഫ് അലിയെ കൊണ്ടുവരുന്നു. ആസിഫ് അലിയിലൂടെ തനിക്ക് കളഞ്ഞുപോയ ഒരു ഇമേജ് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നു. ജനങ്ങൾ മണ്ടന്മാരല്ല PC ജോർജ്, ജനങ്ങൾ വിഡ്ഢികളല്ല. അവർക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. അവർ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആസിഫ് അലിയുടെ ഫേസ്ബുക്ക് പേജിൽ പോയി, സോഷ്യൽ മീഡിയ പേജുകളിൽ പോയി ശക്തമായിട്ടുള്ള പ്രചരണം നടത്തുന്നു, പ്രതിഷേധം അറിയിക്കുന്നു. ഒടുവിൽ ആസിഫ് അലിയും തീരുമാനിക്കും പൂഞ്ഞാറുകാരൻ PC ജോർജിന്റെ പരിപാടിയിൽ വരാൻ എനിക്ക് താല്പര്യമില്ല എന്ന് നിങ്ങളുടെ മുഖം നോക്കി പറയും. കാരണം ജനങ്ങളാണെല്ലാം. ജനങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ ആസിഫ് അലിയും ഒന്നുമല്ല. ജനങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ PC ജോർജും ഒന്നുമല്ല, നരേന്ദ്രമോദി ഒന്നുമല്ല, രാഹുൽ ഗാന്ധി ഒന്നുമല്ല. ആ പൊതുജനത്തെ വിഡ്ഢികളാക്കുന്നു, ഒരു സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്നു. ഇതിനൊക്കെയുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടി വരും. എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം താനെന്ന ഒറ്റ വിചാരം, താനെന്ന ഒറ്റ ധാർഷ്ട്യം, ആ ധാർഷ്ട്യത്തിന് പൊതുജനം ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാനുള്ള ഒരവസരം ലഭിച്ചത് നിങ്ങളുടെ രാത്രികാല സംഗീതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടുള്ള ആ ഓഡിയോ സന്ദേശമാണ്. ആ ഓഡിയോ സന്ദേശം പൊതുജനം മുസ്ലിങ്ങൾക്കെതിരെയാണെങ്കിൽ പോലും പൊതുജനം അത് ഒന്നടങ്കം ഏറ്റിരിക്കുന്നു, അത് ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നു. ആ ഏറ്റെടുത്തതിന്റെ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് PC ജോർജ് നിങ്ങളുടെ മാപ്പ് പറച്ചിലിന് മുന്നിൽ പോലും തലകുനിച്ച് നിൽക്കാതെ നിങ്ങൾ വേട്ടയാടുന്നത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.